ബെഡവിൻ സിറിയൻ അറബ് മരുഭൂമികളിൽ നിന്ന് ആരംഭിച്ച് അറബ് ലോകത്തിന്റെ മുക്കും മൂലയിലും എത്തിക്കഴിഞ്ഞ അറബ് ഗോത്രവർഗം. ആയുധ കള്ളക്കടത്തിൽ കുപ്രസിദ്ധരാണ് ബെഡവിൻ സ്മഗ്ലേഴ്സ്. ഏൽപ്പിച്ച പണി നല്ല വെടിപ്പായി കൃത്യമായി ചെയ്യും. എന്നുവെച്ചാൽ ബോൾ ഡ്രോപ്പിംഗ് വളരെ കുറവാണെന്ന്. വലിയ തോതിൽ ആയുധങ്ങൾ കടത്തുവാൻ ഇറാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ബെഡവിൻ സ്മഗ്ലേഴ്സിനെയാണ്. ക്ലയന്റ് ആവശ്യപ്പെട്ടതുപോലെ എല്ലാം സുരക്ഷിതമായി അവർ വെസ്റ്റ് ബാങ്കിൽ എത്തിക്കുകയും ചെയ്തു. അതെ, ഇസ്രയേലിന്റെ മൂക്കിൻ കീഴക്കൂടെ. വർഷങ്ങളായി മനുഷ്യക്കള്ളക്കടത്തിനായി ഇസ്രയേൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റഷ്യൻ മാഫിയയും ആശ്രയിക്കുന്നത് ബെഡവിൻ സ്മഗ്ലേഴ്സിനെ തന്നെയാണ്. സഞ്ചരിക്കുന്ന വഴികളിലെ കുഴികളും അപകടങ്ങളും സ്ഫോടക വസ്തുക്കളും ഒക്കെ തിരിച്ചറിയുവാനുള്ള ഇവരുടെ കഴിവുകൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഈ കഴിവുകൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പാലസ്തീനികൾക്കായി ഇറാനു വേണ്ടി ആയുധങ്ങളൊക്കെ സുരക്ഷിതമായി എത്തിക്കുവാൻ ഇവരെ സഹായിക്കുന്നത്. ഈ ആയുധങ്ങൾ സഞ്ചരിച്ച റൂട്ട് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഇറാൻ, ഇറാഖ്, സിറിയ, അതുപോലെ ലെബനൻ, ജോർദൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലൂടെയായിരുന്നു ഈ ആയുധ കള്ളക്കടത്ത്. കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന ഈ ആയുധ കള്ളക്കടത്ത് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമൊക്കെ അറിയാമെങ്കിലും ഇത് തടയുവാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. ഇതൊന്നും വെറുതെ തള്ളുന്നതല്ല. ഈ കേട്ടതെല്ലാം സത്യമാണെന്ന് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച ന്യൂയോർക്ക് ടൈംസിനോട് ഇസ്രയേൽ, അമേരിക്ക, അതുപോലെ ഇറാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. എന്തുമാത്രം ആയുധങ്ങൾ ഇതിനോടകം ഇവിടെ എത്തിക്കഴിഞ്ഞുവെന്ന് ഒരു കണക്കുകളുമില്ലെങ്കിലും കൂടുതലും കൈയായുധങ്ങളാകുവാനാണ് സാധ്യത. ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രയേൽ പ്രധാനമായും ലക്ഷ്യം വെച്ചത് വെസ്റ്റ് ബാങ്കിലെ ഇറാൻ സ്പോൺസേഡ് ആയുധപ്പുരകളായിരുന്നു. ഇസ്രയേലിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ മർമ്മ കേന്ദ്രമായിട്ടാണ് വെസ്റ്റ് ബാങ്കിനെ ഇറാൻ കാണുന്നത്. തീവ്രവാദ ഗ്രൂപ്പുകളായി അമേരിക്കയും ഇസ്രയേലും അതുപോലെ യൂറോപ്പും ഒക്കെ കണക്കാക്കുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള ഇറാന്റെ വിശ്വസ്ത സംഘങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ഈ വെസ്റ്റ് ബാങ്ക്. ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനെ മാത്രം ശക്തിപ്പെടുത്തുന്നതിന് പകരം വെസ്റ്റ് ബാങ്കിനെ ആയുധങ്ങൾ കൊണ്ട് മുക്കിയെടുക്കാനാണ് ഇറാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രയേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ രക്തത്താൽ മുങ്ങുവാൻ സാധ്യതയുള്ളതും ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശമായിരിക്കും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.